Hi friends, welcome back to my channel, your online teacher. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് മിസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൂടെ നിന്നു നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ സ്റ്റുഡൻസിനും കൊടുത്തു, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലൂടെയും തന്നു അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടൻസിക്ക് 80-80 വേണോ അല്ലെങ്കിൽ 60-60 വേണോ? അപ്പോൾ ഡൗട്ട് ഉണ്ടാവും, 80-80 60-60. അക്കൗണ്ടൻസി രണ്ട് രീതിയിലുണ്ട്, വിത്ത് AFS ഉണ്ട്, വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും ഉണ്ട്. AFS ഉള്ളവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്കിനായിരിക്കും വരിക, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉള്ളവർക്ക് 60 വരാം. അയ്യോ അതിപ്പോഴാണ് അറിയുന്നതെന്നൊക്കെ ഓർക്കണ്ടാവും, അതൊന്നും നമ്മൾ ഓർത്ത് വറീഡ് ആകണ്ട. രണ്ട് പേരുടെയും സിലബസ് സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എടുത്തവർക്ക് +2 ലാബ് വരുന്നതുകൊണ്ട് അവർക്ക് ഇവിടെ 60 മാർക്കിന് എഴുതിയാൽ മതി. സോ ക്വസ്റ്റ്യൻ കുറവായിരിക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. സോ 80-60 നമ്മളെ ബാധിക്കുന്നില്ല, വരുന്ന എല്ലാ ചോദ്യം നമ്മൾ എഴുതേണ്ടി വരും. സോ നിങ്ങൾക്ക് 80-80 അല്ലെങ്കിൽ 60-60 ഫുൾ മാർക്ക് A+ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മതി. സോ നിങ്ങൾ പഠിക്കേണ്ട മുഴുവൻ തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ 2018 മുതലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട മുഴുവൻ തിയറി ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിർബന്ധമായിട്ടും കാണണം. കാരണം തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് പ്രോബ്ലംസ് വരാം, ഇത്രയും പ്രോബ്ലംസ്, ഈ 13 പ്രോബ്ലംസേ വരുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രോബ്ലം വരില്ല. അതിൽ വേറെ നോർമൽ ആയിട്ടുള്ള ജേണൽ എൻട്രിയും ആൻഡ് ഒരു ലെഡ്ജർ അക്കൗണ്ട് കേട്ടോ, ഏതെങ്കിലും ഒരു ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കാനും ചിലപ്പോൾ ചോദിക്കും. പിന്നെ റെക്ടിഫിക്കേഷൻ എൻട്രീസിൻ്റെ പ്രോബ്ലം വരും, ചിലപ്പോൾ GST എൻട്രീസ് വരും. മെയിൻ എക്സാമിന് ഇതുവരെ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല, മോഡലിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചിലപ്പോൾ GSTയുടെ എൻട്രീസ് ചോദിക്കാം. പിന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം, ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ, മെഷീനറി അക്കൗണ്ട്, അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആകാം അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആകാം. കൂടുതലും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ചോദിച്ചിരിക്കുന്നത്, മോഡലിനാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ചോദിച്ചത്. ദെൻ ട്രേഡിംഗ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് വരാം, ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്ക് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ സെയിൽസ് ബുക്ക് പിന്നെ അയാൾ വേറെ പഠിക്കേണ്ട, സെയിം അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അത് വരും. പിന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും ആണ് വരാം. ഓക്കെ, അതായത് റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറി പ്രിപ്പയർഡ്, അങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അങ്ങനെ ഇൻ ടോട്ടൽ നമുക്ക് +1 അക്കൗണ്ടൻസിയിൽ ഫുൾ മാർക്ക് മേടിക്കാൻ വളരെ സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങളും ആ തിയറി ക്വസ്റ്റ്യനും പഠിച്ചാൽ ഫുൾ മാർക്ക് ഷുവർ ആയിട്ട് നേടാം. പിന്നെയും നമ്മൾ ആ 1 വേർഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 80-80 അല്ലെങ്കിൽ 60-60 ഇങ്ങ് പോരും. അപ്പോൾ ഇനിയുള്ള ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടൻസിയുടെ എക്സാം എന്ന 18-ാം തീയതിയാണ് അക്കൗണ്ടൻസിയുടെ എക്സാം. ഇന്നും നാളെയുമായിട്ട് 16-ാം തീയതിയും 17-ാം തീയതിയുമായിട്ട് മിസ്സിനി എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ടോപ്പിക്സ് ചിലപ്പോൾ ഒരു വീഡിയോയിൽ 1-2 പ്രോബ്ലം ഒക്കെ ആയിട്ട് അങ്ങനെ ഈ ടോപ്പിക്സ്, ഈ തിയറി ഓൾറെഡി ചെയ്തു, ഇനി ഈ 13 ടോപ്പിക്സ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് വരുന്ന ഓരോ വീഡിയോസും കൃത്യമായിട്ട് കണ്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ ഇന്നലെ വരെ പഠിക്കാത്ത ഒരാളാണോ, ഒരു കുഴപ്പമില്ല, ഇന്ന് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് തരാം. അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേണ്ട ഓരോന്നും ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള രീതിയിലനുസരിച്ചിട്ട് ഓരോരോ വീഡിയോസായിട്ട്, അപ്പോൾ ഒരു ദിവസം 3-ലധികം വീഡിയോസ് വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ പേജ് കയറി നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജേണൽ എൻട്രീസ്, റെക്ടിഫിക്കേഷൻ എൻട്രി, GST എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഞാൻ വേണമെങ്കിൽ ഒറ്റൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എൻട്രീസൊക്കെ നിങ്ങളുടെ അവിടെ സെറ്റ് ആവും. പിന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ്, ട്രയൽ ബാലൻസ്, അങ്ങനെയല്ലേ വരുന്നത്. ചേർത്ത് ഓരോരോ വീഡിയോസായിട്ട് മാക്സിമം മുഴുവൻ ടോപ്പിക്സും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കൂടെ നിൽക്കുക, ബിസിനസ്സിൻ്റെ കൂടെ നിന്നതുപോലെ മാക്സിമം അക്കൗണ്ടൻസിക്കും കൂടെ നിൽക്കുക. ഈ വീഡിയോക്ക് നിങ്ങൾ എത്ര സപ്പോർട്ട് തരുന്നതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ബാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന വീഡിയോസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തരാം. ഓക്കെ, അപ്പോൾ റെഡി ആണോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആരൊക്കെ വീഡിയോ അവസാനം വരെ കണ്ടെന്ന് അറിയണ്ടേ, റെഡി ആണോ എന്ന് താഴെ കമൻറ്റ് ചെയ്താൽ അതനുസരിച്ച് പടേന്ന് പുറകെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു.